എസെൻഷ്യൽ ഓഫ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞ മൈനറിൽ തേർഡ് മൊഡ്യൂൾ എന്ന് പറയുന്നത് ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് പ്രൊമോഷൻ എന്നുള്ളതാണ്. നമ്മൾ കഴിഞ്ഞ മൊഡ്യൂളിൽ എന്തൊക്കെ പഠിച്ചെന്ന് പറഞ്ഞാൽ ആദ്യത്തെ മൊഡ്യൂളിൽ നമുക്ക് ഇൻട്രഡക്ഷൻ ടു മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് എന്താണെന്നുള്ളത്, മാർക്കറ്റിംഗ് അതിൻ്റെ ഫിലോസഫീസ്, അതിൻ്റെ കൺസെപ്റ്റ്, എവല്യൂഷൻ, അതുപോലെ എൻവറോൺമെൻറ്റ് മാർക്കറ്റിംഗ് നോക്കി. സെക്കൻഡ് മൊഡ്യൂൾ ആകുമ്പോഴേക്കും നമുക്ക് അതിൻ്റെ പ്രൊഡക്റ്റ് എന്താണ്, അതുപോലെ അതിൻ്റെ പ്രൈസിങ് മെത്തേഡ് പോലുള്ള കാര്യങ്ങളും ആണെങ്കിൽ ഈ മൊഡ്യൂളിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത് ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് പ്രൊമോഷൻ. ആ പ്രൊഡക്റ്റിന് പ്രൈസ് ഫിക്സ് ചെയ്ത ശേഷം അതെങ്ങനെ നമുക്ക് കൺസ്യൂമറിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് അവർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക എന്നുള്ളതും, എന്തൊക്കെ പ്രൊമോഷൻ സ്ട്രാറ്റജീസും ടെക്നിക്ക് യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഡിസ്ട്രിബ്യൂഷൻ എന്താണെന്ന് നോക്കാം. നമുക്കറിയാം ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് മീൻസ് ടു സ്പ്രെഡ് ദ പ്രൊഡക്റ്റ് ടുവേർഡ് ദ മാർക്കറ്റ് പ്ലേസസ് സച്ച് ദാറ്റ് ലാർജ് നമ്പർ ഓഫ് പീപ്പിൾ ക്യാൻ ബൈ ഇറ്റ്. ലാർജ് നമ്പർ ഓഫ് പീപ്പിൾസ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഗുഡ്സ് പ്രൊഡക്റ്റ് മാർക്കറ്റിൽ എൻ്റെ ഏരിയയിലേക്ക് നമ്മൾ എന്താണ് സ്പ്രെഡ് ചെയ്യണം. അതിനെയാണ് നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയാം അല്ലേ. വേറെ രീതിയിൽ പറയുകയാണെങ്കിൽ മാർക്കറ്റിംഗ് ഇൻക്ലൂഡ്സ് ഓൾ മൂവ്മെൻറ്റ് ഓഫ് പ്രൊഡക്റ്റിൻ്റെ എല്ലാ മൂവ്മെൻറ്റിനെയും നമുക്ക് എന്ത് പറയാം, ഡിസ്ട്രിബ്യൂഷൻ ആണെന്ന് പറയാം. അതേപോലെ ഇറ്റ് റെഫർ ടു ബ്രിങ്ങിങ് ദ പ്രൊഡക്റ്റ് ടു ദ മാർക്കറ്റ് ആൻഡ് ഗിവിങ് ടു ദി ഫൈനൽ കസ്റ്റമേഴ്സ്. പ്രൊഡക്റ്റ് വാങ്ങിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, ഫൈനൽ കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുന്ന ഒരു പ്രക്രിയയെയും നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ ആണെന്ന് പറയാം അല്ലേ. ഇവിടെ ഒരു കാണുന്ന ഒരു പിക്ചർ എന്ന് പറയുന്നത് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നതിൻ്റെ മെയിനായിട്ടുള്ള ഭാഗങ്ങളാണ്. അതായത് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ വെറും പ്രൊഡക്റ്റ് എത്തിക്കണമെന്ന് മാത്രമല്ല, അവിടെ ഒരു 7 hours പോലും കവർ ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണ് ആ 7 hours എന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് റൈറ്റ് പ്രൊഡക്റ്റ്, റൈറ്റ് ക്വാണ്ടിറ്റി, റൈറ്റ് കണ്ടീഷൻ, റൈറ്റ് ടൈം, റൈറ്റ് പ്ലേസ്, അറ്റ് റൈറ്റ് കസ്റ്റമേഴ്സ്, റൈറ്റ് കോസ്റ്റ്. അതായത് ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്, ഇപ്പോൾ നമുക്ക് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ നേരത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത പോലെ ഒരു പ്രൊഡക്റ്റ് കറക്റ്റ് സമയത്ത് നമുക്ക് കറക്റ്റ് കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. ഇപ്പോൾ നമുക്കൊരു ഉച്ചയ്ക്ക് വിശന്നിരിക്കുന്ന സമയത്ത് നമുക്കൊരു വെജിറ്റബിൾ ബിരിയാണി നമ്മളിപ്പോൾ ഓർഡർ ചെയ്യുകയാണെന്ന് വിചാരിക്കാം. അതെങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ട സമയത്ത് എന്തൊക്കെ 7 hours ആണ് കറക്റ്റ് ചെയ്യേണ്ടത്, ആദ്യം റൈറ്റ് പ്രൊഡക്റ്റ് തന്നെ ആയിരിക്കണം അല്ലേ. ഇപ്പോൾ നമ്മളൊരു വെജിറ്റബിൾ ബിരിയാണി ആണെങ്കിൽ നമുക്കവിടെ വെജിറ്റബിൾ ബിരിയാണി തന്നെയാണ് നമുക്ക് റിസീവ് ചെയ്യേണ്ടത്. രണ്ടാമത് പറഞ്ഞാൽ നമ്മൾ 2 പേർക്കുള്ള വെജിറ്റബിൾ ബിരിയാണിയാണ് ഓർഡർ ചെയ്താണെങ്കിൽ നമുക്ക് എത്ര ക്വാണ്ടിറ്റിയാണ് വേണ്ടത്, 2 എണ്ണം വേണ്ടത്. അതേപോലെ നമുക്ക് തന്നെ കറക്റ്റ് കണ്ടീഷനിലായിരിക്കണം ആ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ആ ഒരു ഫുഡ് നമുക്ക് പ്രിപ്പയർ ചെയ്ത് കിട്ടേണ്ടതും. അതേപോലെ നമ്മൾ ഉച്ചയ്ക്കാണ് അവരോട് ഓർഡർ ചെയ്യാനായിട്ട് നമ്മളിങ്ങനെ സ്വിഗ്ഗി സൊമാറ്റോ വഴി നമുക്ക് അറിയിച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ടൈമിലായിരിക്കും കിട്ടേണ്ടത്. അതേപോലെ നമ്മൾ പറഞ്ഞ സ്ഥലം ഒരു കോളേജ് കാമ്പൗണ്ടിൻ്റെ ഉള്ളിലാണെങ്കിൽ ആ കാമ്പൗണ്ടിൻ്റെ ഉള്ളിലേക്ക് തന്നെ എത്തിക്കണം. അതാണ് റൈറ്റ് പ്ലേസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ബി എന്ന് പറഞ്ഞ ഒരാളാണ് അത് ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എ പറഞ്ഞ ആളുടെ അടുത്ത് എത്തിക്കാൻ പാടില്ല, ബി പറഞ്ഞ കസ്റ്റമറിനെ തന്നെ ആയിരിക്കും അത് എത്തേണ്ടത് അല്ലേ, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത്. അതേപോലെ അവർ പറഞ്ഞ കോസ്റ്റിൽ ഈ ഒരു 7 hours കംപ്ലീറ്റ് ചെയ്താൽ മാത്രമാണ് അതൊരു സക്സസ് ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ളത് നമുക്ക് പറയാനായിട്ട് സാധിക്കുള്ളൂ. ഇനി അതിൽ വരുന്ന മെയിനായിട്ട് ഭാഗമാണ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിൻ്റെ മെയിൻ കോമ്പോണൻസ് ആയിട്ടുള്ള ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷനും ചാനൽ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ബ്രാഞ്ചസ് ആണ് നമുക്ക് പറയാം. ഇതിൽ പറയുന്നത് മൂവിങ് ഓഫ് ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ഫ്രം വൺ എൻഡ് ഓഫ് ദ പ്രൊഡക്റ്റ് ലൈൻ ടു ദി കസ്റ്റമേഴ്സ്. അതായത് ഓരോ പ്രൊഡക്റ്റിൻ്റെ ലൈൻസിൽ നിന്ന് കുറേ ലൈൻ ഉണ്ടല്ലോ, ഓരോരോ ഘട്ടങ്ങളായിട്ടാണ് കസ്റ്റമറിലേക്ക് വരുന്നുണ്ടാവാം. അവിടെ നിന്ന് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുന്ന ഒരു ഭാഗത്തിന് നമുക്കെന്ത് പറയാം, ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയാം. ചാനൽ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ പറഞ്ഞാൽ ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് മേക്കിംഗ് എ പ്രൊഡക്റ്റ് ഓർ സർവീസസ് അവൈലബിൾ ഫോർ യൂസ് ഓഫ് കൺസംഷന് വേണ്ടിയിട്ട് ഒരു പ്രൊഡക്റ്റ് ഒരു സർവീസസ് നമ്മൾ എന്ത് ചെയ്യാം, അവൈൽ ചെയ്യിക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് ചാനൽ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അതുപോലെ ത്രൂ ഇൻ്റർമീഡിയേറ്ററീസ്, ദ സെറ്റ് ഓഫ് മാർക്കറ്റിംഗ് ഇൻ്റർമീഡിയേറ്ററീസ് നമുക്ക് എന്ത് പറയാം, ചാനൽ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയാം അല്ലേ. ഇനി ഇതിൻ്റെ ഈ ചാനൽ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ്റെ മെയിൻ ആയിട്ടുള്ള റോള് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞാൽ, ഒന്ന് ഇവരുടെ മെയിൻ ജോലി എന്ന് പറയുന്നത് ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യുക, ഏതൊക്കെ രീതിയിലുള്ള കസ്റ്റമേഴ്സിനാണ് വേണ്ടത്, എവിടെയാണ് കസ്റ്റമേഴ്സ് ഉള്ളത്, എവിടെയാണ് ഈ പ്രൊഡക്റ്റ് കിട്ടുന്നുണ്ടാവുക, ആ കമ്പനീസ് എവിടെയാണ്, ആ പ്രൊഡക്ഷൻ യൂണിറ്റ് എവിടെയാണെന്നുള്ള പോലുള്ള ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യാം. രണ്ടാമത് കസ്റ്റമേഴ്സിനെ മോട്ടിവേറ്റ് ചെയ്യുക, റിസ്ക് വല്ലതുണ്ടെങ്കിൽ അത് ബിയർ ചെയ്യുക, ഇൻവെൻട്രി കറക്റ്റായിട്ട് അത് മാനേജ് ചെയ്യുക. അതേപോലെ ആ പ്രൊഡക്റ്റിൻ്റെ ഹയർ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് എപ്പോഴും പ്രൊമോട്ട് ചെയ്യുക. അതുപോലെ വാല്യൂ അഡിഷൻ, മാർക്കറ്റിംഗ് റിസർച്ച് ചെയ്യുക, ഡിമാൻഡ് ഫോർകാസ്റ്റ് ചെയ്യാനാണ് ഇവിടെ മെയിൻ ആയിട്ടുള്ള റോള്. ഇനി ഇൻ്റർമീഡിയേറ്ററി മിഡിൽ മാൻ ഇൻ ഡിസ്ട്രിബ്യൂഷൻ, ഇത് നമുക്ക് ഇമ്പോർട്ടൻറ്റ് ഭാഗമാണ്. നമുക്കറിയാം ചാനൽ ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് അല്ലെങ്കിൽ മിഡിൽ മാനിനെ നമുക്ക് ചാനൽ ഡിസ്ട്രിബ്യൂഷൻ പറയാം, ഇൻ്റർമീഡിയേറ്ററി എന്ന് പറയാം. അതായത് പ്രൊഡ്യൂസറിൽ നിന്ന് കൺസ്യൂമറിലേക്ക് എത്തിക്കുന്ന ആ നടുവിലുള്ള ചാനൽസിനെയാണ് നമ്മൾ ഇൻ്റർമീഡിയറി അല്ലെങ്കിൽ മിഡിൽ മാൻ ചാനൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അവർ ഏകദേശം 4 ടൈപ്പാണുള്ളത്. ഒന്നുമാണെന്ന് പറയുന്നത് ഏജൻറ്റ് അല്ലെങ്കിൽ ബ്രോക്കർ ആയിട്ടുണ്ടാവാം, ഹോൾസെയിലർ ആവാം, റീറ്റെയിലർ ആവാം, ഡിസ്ട്രിബ്യൂട്ടർ ആവാം. ഈ ഏജൻറ്റ് എന്ന് പറഞ്ഞാൽ ആരാണ്, ഹോൾസെയിലർ പറഞ്ഞാൽ ആരാണെന്നുള്ളതൊക്കെ നമുക്ക് ഈ നോട്ട്സ് വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പഠിച്ചതാണ്. ഇനി ഒരു ഹോൾസെയിലർ അല്ലെങ്കിൽ ഒരു ഹോൾസെയിലറിൻ്റെ മെയിൻ ജോലി എന്താണെന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ. ഫസ്റ്റത്തെ ഇൻ്റർമീഡിയറി ആണ് ഹോൾസെയിലർ എന്ന് പറയുന്നത്. അദ്ദേഹം എന്ത് ചെയ്യുന്നു, പ്രൊഡ്യൂസറിൽ നിന്ന് ബൾക്ക് ക്വാണ്ടിറ്റി, ലാർജ് ക്വാണ്ടിറ്റി ഓഫ് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്ത് അതിന് സ്മോൾ ക്വാണ്ടിറ്റി ആയിട്ട് ഡിവൈഡ് ചെയ്ത് റീറ്റെയിലേഴ്സിന് സെല്ല് ചെയ്യുന്ന
ചെയ്യുന്ന ആണ് നമ്മൾ ഹോൾസെയിലർ എന്ന് പറയുന്നത്. അവിടെ മെയിൻ ജോലി എന്ന് പറയുന്നത് ഗുഡ്സ് അസംബിൾ ചെയ്യണതും അത് സോർട്ട് ഔട്ട് ചെയ്യണതും ഗ്രേഡ് 1 ഗ്രേഡ് 2 അങ്ങനെ രീതിയിൽ സോർട്ട് ഔട്ട് ചെയ്യണതും വേണ്ട സ്ഥലത്തേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യണതും അതിന് വേണ്ട ഫിനാൻസ് പോലുള്ള കാര്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യണതൊക്കെ ഹോൾസെയിലറുടെ ജോലിയാണ്. അതുപോലെ പ്രൈസ് എപ്പോഴും സ്റ്റേബിളാക്കി വെക്കുന്നത് ഹോൾസെയിലറാണ്. റീറ്റെയിലർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കൺസ്യൂമറോട് ഡയറക്റ്റ് കോൺടാക്റ്റുള്ള ആളാണ് ആര്, റീറ്റെയിലർ എന്ന് പറയുന്നത്. അപ്പോൾ ഹോൾസെയിലറിൻ്റെയും കൺസ്യൂമറിൻ്റെയും ഇടയിലുള്ള ഒരു ഇൻ്റർമീഡിയറി ആണ് റീറ്റെയിലർ നമുക്ക് പറയാം അല്ലേ. ഇദ്ദേഹം സ്മോൾ പ്രൊഡക്റ്റ് ആയിരിക്കും അയാൾ ക്യാരി ചെയ്യണതും ഫൈനൽ കസ്റ്റമേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണതും. ഡിസ്ട്രിബ്യൂട്ടർ എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് കോൺടാക്ട് വിത്ത് ദി മാനുഫാക്ചറായിട്ട് ഡയറക്റ്റ് കോൺടാക്റ്റുള്ള ആളായിരിക്കും. അതുപോലെ ചാനൽ പാർട്ട്നേഴ്സ് ആരൊക്കെയാണെന്ന് നമുക്ക് പഠിച്ചു വെക്കണം. ചാനൽ പാർട്ട്നേഴ്സ് എ കമ്പനി ദാറ്റ് പാർട്ട്ണർ വിത്ത് ദ മാനുഫാക്ചറിംഗ് ഓർ പ്രൊഡ്യൂസർ ടു മാർക്കറ്റ് ആൻഡ് സെൽ ദ മാനുഫാക്ചേഴ്സ് പ്രൊഡക്റ്റ് ആൻഡ് സർവീസസ് ഓർ ടെക്നോളജി. നമുക്കറിയാം ചാനൽ പാർട്ട്ണർ എന്ന് പറഞ്ഞാൽ എന്താണ്, അവിടെ പ്രൊഡ്യൂസറും മാനുഫാക്ചർ ആയിട്ടുള്ള ഒരു പാർട്ട്ണറായിരിക്കും. ഇവരായിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക, അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സോ സർവീസോ ടെക്നോളജീസോ കസ്റ്റമറിലേക്ക് സെയിൽ ചെയ്യുന്ന ആൾക്കാരുടെ അവരുടെ ഇമ്പോർട്ടൻസ് നോക്കി വെക്കണം. അതുപോലെ ടൈപ്പ് ഓഫ് ചാനൽ നമ്മൾ അപ്പോഴേ പറഞ്ഞ അതേ തന്നെയാണ്. ഡയറക്റ്റ് ചാനൽ, റീറ്റെയിൽ ചാനൽ, ഹോൾസെയിൽ, ഓൺലൈൻ ചാനൽ, ഡിസ്ട്രിബ്യൂഷൻ ചാനൽ, അതേപോലെ ഈവൻറ്റ് മാർക്കറ്റിംഗ്. ഇതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ കൂടെ നമുക്കൊന്ന് പഠിച്ചിട്ട് പോയാൽ മാർക്ക് കൂടുതൽ സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി ഒന്നാണ് പ്രൊമോഷൻ ഡിസിഷൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ കഴിഞ്ഞാൽ വരുന്ന ഒരു ഭാഗമാണ് പ്രൊമോഷൻ. ഇത് ഇമ്പോർട്ടൻ്റ് ഉള്ള ഭാഗമാണ്. പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ അറിയാം, ഇറ്റ് മേ ബി അട്രാക്റ്റീവ് പാക്കേജ്. നമുക്ക് പ്രൊമോട്ട് ചെയ്യണം കസ്റ്റമേഴ്സിന് മുമ്പിൽ പ്രൊഡക്റ്റിന് നമ്മൾ എന്താണ് പബ്ലിസിറ്റി കൊടുക്കുകയാണെങ്കിൽ പ്രൊമോട്ട് ചെയ്യുകയാണല്ലേ. അത് വേണമെങ്കിൽ ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള പാക്കേജിംഗ് ആണ് നമുക്ക് പറയാം. അതേപോലെ തന്നെ പ്രൊമോഷൻ എന്ന് പറയുന്നത് ഒരു മാർക്കറ്റിംഗ് മിക്സിൽ ഇമ്പോർട്ടൻറ്റ് ഭാഗമാണ്. അതേപോലെ പ്രൊമോഷൻ എന്ന് പറയുന്നത് മാർക്കറ്റിംഗ് ബിഗിൻ ആസ് വെൽ ആസ് എൻഡ് വിത്ത് പ്രൊമോഷൻ. ഒരു മാർക്കറ്റിങ്ങിൻ്റെ തുടക്കവും അതേപോലെ തന്നെ അവസാനം എന്ന് പറയുന്നത് പ്രൊമോഷൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് മാർക്കറ്റിംഗ്, കമ്മ്യൂണിക്കേറ്റിംഗ്, ഇൻവോൾവിംഗ് ഇൻഫർമേഷൻ, പെർsuasion ആൻഡ് ഇൻഫ്ലുവൻസ്. കസ്റ്റമറിൻ്റെ മുമ്പിൽ ഒരു ഇൻഫ്ലുവൻസ് ആയാലും ഒരു പെർsuasion ക്രിയേറ്റ് ചെയ്യാനും ഇൻഫർമേഷൻസ് ഉണ്ടാക്കുക അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണതിനെ നമുക്ക് എന്ത് പറയാം, പ്രൊമോഷൻ ആണെന്ന് പറയാം അല്ലേ. അതുകൊണ്ട് തന്നെ പ്രൊമോഷൻ നമുക്ക് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ള പേരിലും അറിയപ്പെടുന്നുണ്ട്. ഇനി ഈ പ്രൊമോഷൻ മിക്സ് ഏത് വഴിയൊക്കെയാണ് നമ്മൾ കൺസ്യൂമറിലേക്ക് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണത് അല്ലെങ്കിൽ പബ്ലിസിറ്റി കൊടുക്കണമെന്ന് വെച്ചാൽ അഡ്വർടൈസിങ്ങിലൂടെ, പബ്ലിക് റിലേഷനിലൂടെ, സെയിൽസ് പ്രൊമോഷനിലൂടെ, ഡയറക്റ്റ് മാർക്കറ്റിംഗ്, അതുപോലെ ഇൻ്റർനെറ്റ് മാർക്കറ്റിംഗ്, പേഴ്സണൽ സെല്ലിംഗ്. ഇവിടെ നമുക്ക് ആകെ പഠിക്കാനായിട്ട് ഉണ്ടാകുന്ന ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ സെയിൽസ് പ്രൊമോഷനും അതേപോലെ തന്നെ പബ്ലിക് റിലേഷൻ ടോപ്പിക്കാണ് നമുക്ക് കൂടുതലായിട്ട് ഇവിടെ പഠിക്കാനായിട്ടുള്ളത്. സെയിൽസ് പ്രൊമോഷൻ നമുക്കറിയാം ഇപ്പോൾ പറഞ്ഞ പോലെ വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് എലമെൻറ്റ് ഇൻ പ്രൊമോഷൻ മിക്സ് ആണെന്ന് പറയാം. ഇത് ഒരു ഷോർട്ട് ടേം ആയിട്ടുള്ള ഒരു ടൂളാണ്. നമുക്ക് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഷോർട്ട് ടേം ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ് സെയിൽസ് പ്രൊമോഷൻ എന്ന് പറയുന്നത്. ഇതിലൂടെ എന്താ നമുക്ക് പ്രൊമോട്ട് ചെയ്യണത്, പ്രൊമോട്ട് ദി സെയിൽ ഓഫ് ദി പ്രൊഡക്റ്റിൻ്റെ സെയിൽ നമുക്ക് പ്രൊമോട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ട് സെയിൽസ് പ്രൊമോഷൻ ഓഫർ ആൻ എക്സ്ട്രാ വാല്യൂ ഓർ ഇൻഡ്യൂസ്മെൻറ്റ് ടു കസ്റ്റമേഴ്സ്, ഡീലേഴ്സ് ആൻഡ് സെയിൽ ഫോഴ്സ്. നമ്മൾ മെയിനായിട്ട് എക്സ്ട്രാ ആയിട്ടുള്ള ഒരു വാല്യൂ കൊടുക്കുകയാണ് കസ്റ്റമേഴ്സിലേക്കായാലും ഡീലേഴ്സിനായാലും സെയിൽസ് ഫോഴ്സിലേക്കായാലും. നമ്മളെന്താണ് ഒരു എക്സ്ട്രാ കാര്യങ്ങൾ ഓഫർ ചെയ്ത് ആ പ്രൊഡക്റ്റിനെ പ്രൊമോട്ട് ചെയ്യണം. ഓക്കെ, ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ അഡ്വാൻറ്റേജസ് ആണ് ഉണ്ടാവുകയെന്ന് വെച്ചാൽ ആദ്യം തന്നെ നമുക്ക് സെയിൽ പ്രൊമോട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യാനും അതേപോലെ ന്യൂ കസ്റ്റമേഴ്സിനെ നമുക്ക് കിട്ടാനും അതേപോലെ തന്നെ എക്സിസ്റ്റിംഗ് കൺസ്യൂമേഴ്സ് റിട്ടൈൻ ചെയ്ത് നിർത്താനും വിട്ടുപോകാതെ അതേ ഒരു പ്രൊഡക്റ്റിൽ തന്നെ അവർ വീണ്ടും പർച്ചേസ് ചെയ്യാനുള്ള റിട്ടൈൻമെൻറ്റിന് വേണ്ടിയായാലും കമ്പനീൻ്റെ ഗുഡ് വില്ലിനും അതേപോലെ കോമ്പറ്റീഷൻസ് നല്ല രീതിയിൽ ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ കൂടുതൽ സെയിൽസ് പ്രൊമോഷൻ യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിൻ്റെ മെയിനായിട്ടുള്ള അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. ഇനി എന്തൊക്കെയാണ് സെയിൽസ് പ്രൊമോഷൻ്റെ അഡ്വാൻറ്റേജസ്, സ്ട്രാറ്റജീസ് എന്ന് പറയുകയാണെങ്കിൽ കസ്റ്റമർ ലെവല്, ഡീലേഴ്സ് ലെവൽ, അതുപോലെ സെയിൽസ് ഫോഴ്സ് ലെവലുണ്ട്. കസ്റ്റമറിൻ്റെ ലെവലിൽ ഉപയോഗിക്കുന്ന മെയിനായിട്ടുള്ള ടെക്നിക്സ് പറഞ്ഞാൽ കുറേ സാമ്പിൾസ് കൊടുക്കുക, കൂപ്പൺസ് പ്രൊവൈഡ് ചെയ്യുക, മണി റീഫണ്ട് ഓഫർ ചെയ്യുക, പ്രൈസ് ഓഫ് ദി പ്രീമിയം പ്ലാൻ പ്രൈസ് പോലുള്ള കാര്യങ്ങളൊക്കെ ഓഫർ ചെയ്യുക, ബൈബാക്ക് അലവൻസ് കൊടുക്കുക, ഫ്രീ ട്രയൽസ്, പ്രൈസസ് ഡെമോൺസ്ട്രേറ്റ് ചെയ്യിപ്പിക്കുക, പ്രൊഡക്റ്റിലെ കൺസ്യൂമർ കോൺടെസ്റ്റസ് ഒക്കെ നടത്തുക, കുറേ എക്സിബിഷൻ, ട്രേഡ് ഫെയേഴ്സ്, അതുപോലെ ബൈ 1 get 1 പോലുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടാണ് കസ്റ്റമേഴ്സ് ലെവലിൽ അവർ സെയിൽസ് പ്രൊമോട്ട് ചെയ്യണത്. ഡീലർ ലെവലാണെങ്കിൽ അവർ പ്രൈസ് ഡീൽ കൊടുക്കുന്നു, കുറേ ഫ്രീ ഗുഡ്സ് പ്രൊവൈഡ് ചെയ്യുക, അതുപോലെ അഡ്വർടൈസിങ് മെറ്റീരിയൽസ് ഫ്രീ ആയി കൊടുക്കാം, ട്രേഡ് ഷോസ് നടത്താം, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടാണ് അവരിലോട് സെയിൽസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി സെയിൽസ് ഫോഴ്സ് ലെവൽ എന്ന് പറയുകയാണെങ്കിൽ കുറേ ബോണസ് പ്രൊവൈഡ് ചെയ്യിപ്പിക്കാം, അതുപോലെ സെയിൽസ് ഫോഴ്സ് കോൺടെസ്റ്റ് നടത്താം, അതുപോലെ ക്യാരക്ടർ മെർക്കൻഡൈസ്, കുറേ സെയിൽസ് മീറ്റിംഗ്സ്, കോൺഫറൻസ്, സെമിനാർ പോലുള്ള കാര്യങ്ങൾ കൊടുത്തിട്ടാണ് അവർ സെയിൽസ് പ്രൊമോട്ട് ചെയ്യുന്നത്. ഇനി ഒന്നാണ് പേഴ്സണൽ സെല്ലിംഗ്. പേഴ്സണൽ സെല്ലിംഗ് പറഞ്ഞാലും വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് പ്രൊമോഷൻ മിക്സ് ആണ്. ഇറ്റ് ഈസ് എ ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ് വിത്ത് 1 or more പെർസ്പെക്റ്റീവ് ബയേഴ്സ്. അതായത് സെയിൽസ് റെപ്രസെൻറ്റേറ്റീവും ഒന്നിൽ കൂടുതൽ പ്രോസ്പെക്റ്റീവ് ബയേഴ്സ് നമ്മളൊരു ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ നടക്കുന്ന ഒരു ഭാഗമാണ് ഈ പേഴ്സണൽ സെല്ലിംഗ് എന്ന് പറയുന്നത് അല്ലേ. ഇത് ഒരു ഓറൽ പ്രസൻറ്റേഷനാണ് അല്ലെങ്കിൽ ഒരു കോൺവെർസേഷനാണെന്ന് പറയാം. ഒന്നിൽ കൂടുതൽ ബയേഴ്സും ആ സെയിൽസ്മാനുമായിട്ട് നമ്മളൊരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്ന രീതിയിൽ. ഇവിടെയാണെങ്കിൽ നമുക്ക് ഡയറക്റ്റായിട്ട് പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാനും അത് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാനും ഡെമോൺസ്ട്രേറ്റ് ചെയ്യിപ്പിക്കാനും ഡയറക്റ്റ് ഫീഡ്ബാക്ക് കിട്ടാൻ പറ്റുന്ന ഒരു രീതിയിലുള്ള പ്രൊമോഷൻ മിക്സാണ് സെയിൽസ് പേഴ്സണൽ സെല്ലിംഗ് എന്ന് പറയുന്നത്. ഇതിൻ്റെ മെയിൻ റോൾ അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് പറയുകയാണെങ്കിൽ ഒന്ന് ക്രിയേറ്റ് അവയർനെസ്, ജനറേറ്റ് ഇൻട്രസ്റ്റ്, അതുപോലെ എൻകറേജ് പർച്ചേസ് എൻകറേജ് ചെയ്യിപ്പിക്കാം,
സെയിൽസ് പ്രൊമോട്ട് ചെയ്യുക, ഒരു ന്യൂ പ്രൊഡക്റ്റിൻ്റെ ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യിപ്പിക്കാനും അതുപോലെ ഗുഡ് വിൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും പെട്ടെന്ന് സാധനങ്ങൾ അപ്പോൾ തന്നെ വിറ്റ് തീർക്കാൻ പറ്റുന്ന രീതിയിലുള്ള പ്രൊമോഷനാണ് നമ്മുടെ പേഴ്സണൽ സെല്ലിംഗ്. ഇനിയുള്ള അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് പബ്ലിക് റിലേഷൻ എന്ന് പറഞ്ഞാലും ഒരു പ്രൊമോഷൻ മിക്സിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ്. ഇറ്റ് മീൻസ് ഡെവലപ്പ് ആൻഡ് മെയിൻറ്റെയിൻ എ ഗുഡ് റിലേഷൻ വിത്ത് ഡിഫറെൻറ്റ് പബ്ലിക്കോട് നമ്മൾ എന്താ റിലേഷൻ വയ്ക്കുകയാണല്ലേ, അതായത് ഡിഫറെൻറ്റ് പബ്ലിക്കിനോട് നമ്മൾ എന്താ ഒരു ഗുഡ് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതിനാണ് പബ്ലിക് റിലേഷൻ എന്ന് പറയുന്നത്. ഇതൊരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ആക്ടാണ് നമുക്ക് പറയാം. ഒരു കസ്റ്റമേഴ്സിൻ്റെ മുമ്പിൽ അല്ലെങ്കിൽ പബ്ലിക്കിന് മുമ്പിൽ ഒരു പോസിറ്റീവായിട്ടും സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ഇമേജ് ബിൽഡ് ചെയ്യണതിനെയാണ് പബ്ലിക് റിലേഷൻസ് പറയുന്നത്. ഇതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ കുറേ സെലിബ്രിറ്റീസൊക്കെ കുറേ ഫണ്ട് നമുക്ക് വല്ല ദുരന്തങ്ങളൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഫണ്ടൊക്കെ കുറേ റിലീസ് ചെയ്യും അല്ലേ. അതൊക്കെ എന്താണ് പബ്ലിക്കിന് മുമ്പിൽ ഒരു പോസിറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കണം. ഇന്ന കമ്പനീൻ്റെ ആൾക്കാർ ഇത്ര ഒരു കോടി രൂപ കൊടുത്തു, നല്ലതാണെന്നുള്ള രീതിയിൽ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്ത് കസ്റ്റമേഴ്സിനെ അട്രാക്റ്റ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് പബ്ലിക് റിലേഷൻ്റെ മെയിൻ ആയിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത്. ഇതിൻ്റെ അഡ്വാൻറ്റേജസ് പറയുകയാണെങ്കിൽ ന്യൂ പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് യൂസ് ചെയ്യാം. കുറേ എംപ്ലോയീസിൻ്റെ മോറൽ നമുക്ക് ഡെവലപ്പ് ഇമ്പ്രൂവ് ചെയ്യിപ്പിക്കാനായിട്ട് സാധിക്കും. അതുപോലെ പ്രൊവൈഡ് എംപ്ലോയ്മെൻറ്റ് പബ്ലിക്കിലേക്ക് നമുക്ക് എംപ്ലോയ്മെൻറ്റ് ജനറേറ്റ് ചെയ്യാനൊക്കെ സാധിക്കുന്ന ഒരു ഭാഗമാണ്. ഇതിൽ ഇവർ ഉപയോഗിക്കുന്ന മേജർ ടൂൾസ് എന്ന് പറഞ്ഞാൽ ന്യൂസ് പേപ്പർ ആൻഡ് പബ്ലിക് പ്രസ് റിലീസാണ്. ന്യൂസ് പേപ്പറിലൂടെയും അതുപോലെ പ്രസ് റിലീസിലൂടെ അവർ കുറേ കാര്യങ്ങളൊക്കെ ആൾക്കാരോട് അറിയിച്ച് അപ്ഡേറ്റ് ചെയ്യുന്നു. സ്പീച്ചസ് കൊടുക്കുന്നു സ്പെഷ്യൽ ഈവൻസിനൊക്കെ. അതുപോലെ റിട്ടേൺ മെറ്റീരിയൽ കുറേ നമുക്ക് മാഗസിൻ പോലുള്ള വലിയ പബ്ലിക്കേഷനിലേക്ക് അവരുടെ മാത്രം ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു എഡിറ്റോറിയലൊക്കെ കൊടുക്കുന്നുണ്ടാവും. അതിൽ ഓഡിയോ വിഷ്വലായിട്ടുള്ള മെറ്റീരിയൽസിലൂടെ എക്സ്ക്ലൂസീവ് സ്റ്റോറീസ് കുറേ സിനിമ പോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇറങ്ങുന്നുണ്ടല്ലേ. അങ്ങനെ സോഷ്യൽ നെറ്റ്വർക്കിങ്ങിലൂടെയൊക്കെയാണ് പബ്ലിക് റിലേഷൻ ചെയ്യുന്നത്. ഇത് കുറേ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പബ്ലിക്കിനിടയിൽ ഒരു ഗുഡ് ഇമേജ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്രൊമോഷൻ മിക്സാണ്. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ നമുക്ക് പഠിക്കാനുള്ള മെയിനായിട്ട് കാര്യങ്ങൾ ഡിസ്ട്രിബ്യൂഷൻ എന്താണ്, അതേപോലെ ഡിസ്ട്രിബ്യൂഷൻ ചാനൽ പറഞ്ഞാൽ എന്താണ്, അതിൻ്റെ ടൈപ്പ് എന്താണ്, അവരുടെ മെയിനായിട്ടുള്ള ഫങ്ഷൻസും, അതേപോലെ പ്രൊമോഷൻ എന്താണ്, പ്രൊമോഷൻ മിക്സ് എന്താണ്, സെയിൽസ് പ്രൊമോഷനും, അതേപോലെ പേഴ്സണൽ സെല്ലിങ്, പബ്ലിക് റിലേഷൻ. ഒരു ചെറിയ ചാപ്റ്ററാണ്, നമുക്ക് വായിച്ചാൽ തന്നെ വേഗം മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ് നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് പ്രൊമോഷൻ എന്ന് പറയുന്നത്.